പെരുമ്പാവൂരിലെ UDF സ്ഥാനാർത്ഥി മനോജ് മുത്തേടന്റെ തിരഞ്ഞെടുപ്പ് വിജയത്തിനായി കോളേജിലെ പഴയ സുഹൃത്തുക്കൾ ആവേശപൂർവ്വം പ്രചരണ രംഗത്ത്. 1994 മുതൽ 2002 വരെ കാലടി സംസ്കൃത സർവകലാശാലയിൽ തന്റെ സഹപാഠികളായിരുന്ന വിദ്യാർത്ഥികളാണ് പെരുമ്പാവൂരിൽ പ്രചരണത്തിനിറങ്ങിയത്. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണം ആവേശത്തോടെ കൊട്ടിക്കയറുമ്പോൾ 3 പതിറ്റാണ്ടോളം നീണ്ട ഊഷ്മളമായ സൗഹൃദത്തിന്റെ നൂലിഴകൾ കോർത്ത് പഴയ കൂട്ടുകാർ പെരുമ്പാവൂരിൽ വീണ്ടും ഒരുമിച്ചു. അന്നത്തെ സഹപാഠിയും ഇന്നത്തെ UDF സ്ഥാനാർത്ഥിയുമായ മനോജ് മുത്തേടന്റെ പ്രചരണാർത്ഥമാണ് പഴയ സുഹൃത്ത് സംഘം ഒരിക്കൽ കൂടി കൈകോർത്തത്. വോട്ടർമാരെ കണ്ടു പിന്തുണ തേടാനായി കേരളത്തിനകത്തും പുറത്തും നിന്നുള്ള സുഹൃത്തുക്കൾ പെരുമ്പാവൂരിൽ ഒരുമിച്ചു ചേരുകയായിരുന്നു. കാലടി സംസ്കൃത സർവകലാശാലയിലെ മനോജ് മുത്തേടന്റെ ബിരുദാനന്തര പഠനകാലത്തെ സഹപാഠികളും സുഹൃത്തുക്കളുമായ 100ഓളം പേരാണ് വോട്ട് തേടി മണ്ഡലത്തിൽ എത്തിയത്. 1996 മുതൽ സർവകലാശാലയിൽ വിദ്യാർത്ഥിയായിരുന്ന മനോജ് അക്കാലത്താണ് വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെ പൊതുരംഗത്ത് സജീവമായത്. ഇവിടെ വിദ്യാർത്ഥി യൂണിയനിലും സംഘടനാ രംഗത്തും നേതൃസ്ഥാനങ്ങൾ വഹിച്ചിരുന്നു. ഒരേ ക്ലാസ്സിലും ബാച്ചിലും പഠിച്ചവരും ക്യാമ്പസിൽ വ്യത്യസ്ത രാഷ്ട്രീയ നിലപാടുകളുമായി പ്രവർത്തന രംഗങ്ങളിലുണ്ടായവരും വിശാലമായ സുഹൃത്ത് വലയത്തിലുള്ളവരുമെല്ലാം തങ്ങളുടെ രാഷ്ട്രീയവും ജീവിത മേഖലകളുടെ സങ്കീർണതകളുമെല്ലാം ഒരു ദിവസത്തേക്ക് പൂർണ്ണമായും മാറ്റിവെച്ചാണ് മനോജ് മുത്തേടനായി പ്രചാരണത്തിനിറങ്ങിയത്. എറണാകുളത്തിനു പുറമെ തിരുവനന്തപുരം, കൊല്ലം, തൃശൂർ, കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിൽ നിന്നുള്ള മനോജിന്റെ സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു. അധ്യാപകർ, ബിസിനസ്സുകാർ, പ്രൊഫഷണലുകൾ, വീട്ടമ്മമാർ എന്നിവരും വിദേശത്തു നിന്ന് അവധിയെടുത്ത് കുടുംബസമേതമെത്തിയ സഹപാഠിയും പ്രചാരണത്തിൽ ആവേശമായി. പെരുമ്പാവൂർ ടൗണിലും പരിസരങ്ങളിലുമായി വിവിധ വീടുകളിലും സ്ഥാപനങ്ങളിലുമെത്തി ഇവർ മനോജിനായി വോട്ട് തേടി. കക്ഷി രാഷ്ട്രീയത്തിനതീതമായി സുഹൃത്തുക്കളുടെ ഒത്തൊരുമയാണ് ഈ പ്രചാരണ പരിപാടിയുടെ പ്രത്യേകത എന്ന് കൂട്ടുകാർ പ്രതികരിച്ചു. പെരുമ്പാവൂർ നിയമസഭാ മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ശ്രീ മനോജ് മുത്തേടൻ്റെ തെരഞ്ഞെടുപ്പ് വിശേഷങ്ങൾ പങ്കുവയ്ക്കാനും 3 പതിറ്റാണ്ട് പഴക്കമുള്ള അദ്ദേഹത്തിൻ്റെ കലാലയ ജീവിതത്തിലെ സൗഹൃദ കൂട്ടിനെ ഒരു വട്ടം കൂടി ഓർത്തെടുക്കാനുമാണ് ഇന്ന് കേരളത്തിൻ്റെ വിവിധ ജില്ലകളിൽ നിന്നുള്ള വ്യത്യസ്ത ജീവിത മേഖലകളിലുള്ള 100ഓളം മുത്തേടൻ്റെ സഹപാഠികൾ ഇന്ന് പെരുമ്പാവൂർ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. തെരഞ്ഞെടുപ്പിൻ്റെ രാഷ്ട്രീയ പ്രചരണങ്ങൾക്കപ്പുറത്തേക്ക് ഇത് സൗഹൃദത്തിൻ്റെ പങ്കുവയ്ക്കലായി ആയിട്ടാണ് ഇന്ന് 100ഓളം സഹപാഠികൾ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. രാഷ്ട്രീയത്തിനപ്പുറത്ത് 3 പതിറ്റാണ്ടുകൾക്ക് മുമ്പ് 95 കാലഘട്ടം മുതൽ കാലടി സംസ്കൃത സർവകലാശാലയിൽ മുത്തേടനൊപ്പം പഠിച്ച, മുത്തേടനൊപ്പം സൗഹൃദങ്ങൾ പങ്കിട്ട, മുത്തേടനൊപ്പം ഒരുപാട് സാമൂഹ്യ മേഖലകളിൽ, വിദ്യാഭ്യാസ മേഖലയിലൊക്കെ പ്രവർത്തനങ്ങൾ നടത്തിയ വ്യത്യസ്ത ജീവിതധാരകളിലുള്ള ഒരു കൂട്ടം പേരാണ് ഇന്ന് ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. മുത്തേടൻ അന്നു മുതൽ രാഷ്ട്രീയത്തിലും പൊതുപ്രവർത്തനത്തിലുമൊക്കെ വ്യക്തിമുദ്ര പതിപ്പിച്ച് നാളത്തെ മികച്ച നേതാവ് എന്ന നിലയിൽ മികച്ച പേരെടുത്ത, മറ്റുള്ളവർക്കൊക്കെ സ്വീകാര്യനായ, വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും പൊതുസമൂഹത്തിനുമൊക്കെ അക്കാലത്ത് തന്നെ പൊതു സ്വീകാര്യത നേടിയ ഒരു വ്യക്തിത്വമായിരുന്നു അക്കാലത്ത് തന്നെ മനോജ് മുത്തേടൻ. വിദ്യാർത്ഥി രാഷ്ട്രീയ രംഗത്ത്, സംഘടനാ രംഗത്ത്, സംസ്കൃത യൂണിവേഴ്സിറ്റിയിലെ പ്രഥമ ക്യാമ്പസ് യൂണിയൻ്റെ നേതൃത്വത്തിലെല്ലാം മികവിൻ്റെ മുദ്രകൾ പതിപ്പിച്ചുകൊണ്ട് അക്കാലത്ത് തന്നെ നേതൃത്വ പാടവം തെളിയിച്ച മനോജ് മുത്തേടൻ വർഷങ്ങൾക്കിപ്പുറം പെരുമ്പാവൂർ നിയോജക മണ്ഡലത്തിലെ നിയമസഭാ സ്ഥാനാർത്ഥിയായി മത്സരിക്കുമ്പോൾ അതിൽ അഭിമാനം കൊള്ളുന്ന, സന്തോഷം കൊള്ളുന്ന ഒരു കൂട്ടം സഹപാഠികളാണ് ഇന്ന് കേരളത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്ന്, തിരുവനന്തപുരം ജില്ലയിൽ നിന്ന്, മലപ്പുറത്ത് നിന്ന്, കാസർഗോഡ് നിന്ന്, കോഴിക്കോട് നിന്ന്, കൊല്ലത്ത് നിന്നൊക്കെ മുത്തേടൻ്റെ പഴയ സഹപാഠികൾ, കാലടി സംസ്കൃത യൂണിവേഴ്സിറ്റിയിലെ ഡിഗ്രിക്കും PGക്കുമെല്ലാം പഠിച്ച സഹപാഠികൾ, സുഹൃത്തുക്കൾ, കൂട്ടുകാർ, അധ്യാപകരെല്ലാം ഇന്ന് ഇവിടെ ഒരുമിച്ച് കൂടിയത് രാഷ്ട്രീയത്തിൻ്റെ നിറത്തിനപ്പുറത്തേക്ക് സൗഹൃദത്തിൻ്റെ വേരോട്ടമുള്ള ആ മുത്തേടൻ്റെ പഴയകാല ജീവിതത്തെ ഓർത്തെടുക്കുവാനും ആ സൗഹൃദം പുതുക്കുവാനും ഒപ്പം തന്നെ ആ മുത്തേടന് വേണ്ടി ഈ പെരുമ്പാവൂരിലെ വോട്ടർമാരോട് വോട്ട് അഭ്യർത്ഥിക്കുവാനുമാണ് ഇന്ന് ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. പതിവായി രാഷ്ട്രീയക്കാരെ കാണുന്ന തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങളിൽ സ്ഥാനാർത്ഥിയുടെ പഴയ സഹപാഠികളെ കണ്ടപ്പോൾ വോട്ടർമാർക്കും കൗതുകമായി. സഹപാഠിയായ സ്ഥാനാർത്ഥിയെക്കുറിച്ച് പ്രത്യേകം തയ്യാറാക്കിയ ലഘുലേഖയും ഇവർ വിതരണം ചെയ്തു. പ്രചാരണത്തിനിടെ സ്ഥാനാർത്ഥി മനോജ് മുത്തേടനും പഴയ സഹപാഠികളെ കാണാനും നന്ദി പറയാനുമെത്തിയിരുന്നു. ഇതൊരു അത്യപൂർവ നിമിഷമാണെന്നും പ്രിയപ്പെട്ട കൂട്ടുകാർ പതിറ്റാണ്ടുകൾക്ക് ശേഷം ഒരുമിച്ച് ചേർന്ന ഈ അനുഭവം മറക്കാനാവില്ലെന്നും മനോജ് മുത്തേടൻ പറഞ്ഞു. തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന എനിക്ക് വലിയ ആവേശം നൽകുന്ന ഒരു ദിനം കൂടിയാണിന്ന്. ഞാൻ
96 കാലടി യൂണിവേഴ്സിറ്റിയിൽ പഠിക്കാൻ വേണ്ടി ചെല്ലുന്നത്. 95 മുതൽ അവിടെ പഠിക്കുന്ന, അതിനുശേഷം വന്ന ഒരുപാട് ബാച്ചിൽ എൻ്റെ പ്രിയപ്പെട്ട സഹപാഠികളും സുഹൃത്തുക്കളും എൻ്റെ പ്രിയപ്പെട്ടവരുമായിട്ടുള്ള ഒരുപാട് പേർ എൻ്റെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് ഇന്ന് ഇവിടെ എത്തിച്ചേർന്നുള്ള അതിയായ സന്തോഷമാണ്. സതിലിൽ പലരെയും കാണുന്നത് 20 വർഷത്തിനും 25 വർഷത്തിനൊക്കെ ശേഷമാണ്. കൂടെ പഠിച്ച ഒരാൾ നിയമസഭയിലേക്ക് മത്സരിക്കുമ്പോൾ അവരുടെ കൂട്ടത്തിൽ ഒരാൾക്ക് വേണ്ടി ആളുകളെ കണ്ട് ഓട്ടപ്പെത്തിക്കാനും പിന്തുണ അറിയിക്കാനും സഹായങ്ങൾ നൽകാനും ഒക്കെയായി കടന്നു വരുമ്പോൾ വലിയ എന്താ പറയുക വൈകാരികമായിട്ടുള്ളൊരു ഓർമ്മകളാണ് എൻ്റെ മനസ്സിലുള്ളത്. എന്നെ ഞാനാക്കി മാറ്റിയത് കാലടി സംസ്കൃത സർവകലാശാലയാണ്. കാരണം ഞാൻ KSU പ്രവർത്തകനായി കാലടി യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ് ഒരു പൊതുപ്രവർത്തനം ആരംഭിക്കുന്നത്. സതിൽ ആ സമയത്ത് എനിക്ക് വലിയ പിന്തുണ നൽകിയിട്ടുള്ള എല്ലാവരുമാണ് ഇവിടെ ഉള്ളത്. ഞാൻ സതിൽ ക്യാമ്പസിൽ നിറഞ്ഞു നിന്നൊരു വ്യക്തിയാണ്. അന്നേ ഇവരൊക്കെ പറയുമായിരുന്നു ഭാവിയിൽ ഒരു വലിയ രാഷ്ട്രീയ നേതാവ് ആകുമെന്നൊക്കെ ഇവർ പറയുമായിരുന്നു. ഇന്നത് യാഥാർത്ഥ്യമാകുന്നൊരു ഘട്ടത്തിൽ നിൽക്കുകയാണ്. മറ്റൊന്നുമല്ല, ഞാനൊരു നിയമസഭാ സാമാജികനാകാൻ കഴിയുന്ന നിലയിലേക്ക് എത്തി നിൽക്കുന്ന സമയമാണ്. നിരവധിയായിട്ടുള്ള സ്ഥാനങ്ങൾ എനിക്ക് പല ഘട്ടങ്ങളിലായി ലഭിച്ചിട്ടുണ്ട്. അതെല്ലാം അതിൻ്റെ അടിസ്ഥാനം കാലടി യൂണിവേഴ്സിറ്റിയാണ്. അവിടെ നടത്തിയിട്ടുള്ള സമരങ്ങളും പോരാട്ടങ്ങളും പ്രവർത്തനങ്ങളും വിദ്യാർത്ഥി സമൂഹത്തിന് വേണ്ടി നടത്തിയ പ്രവർത്തനങ്ങളൊക്കെയാണ് എന്നെ ഈ നിലയിലേക്ക് ഓരോ ഘട്ടത്തിൽ എത്തിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഞാൻ എവിടെ പോയാലും പറയുന്നത് കാലടി യൂണിവേഴ്സിറ്റിയിലെ ഒരു പൂർവ്വ വിദ്യാർത്ഥി എന്ന് പറയാനാണ് എനിക്ക് എപ്പോഴും ഇഷ്ടം. ഞാൻ എവിടെ പോയാൽ, ഞാൻ മഹാരാജാസിൽ പഠിച്ചിട്ടുണ്ട്, ലോ അക്കാഡമിയിൽ പഠിച്ചിട്ടുണ്ട്, പക്ഷേ ഞാൻ എവിടെ പോയാലും അതൊന്നും പറയാറില്ല. ഞാൻ കാലടി യൂണിവേഴ്സിറ്റിയിലെ വിദ്യാർത്ഥിയാണ് എന്ന് പറയുമ്പോഴാണ് എനിക്ക് അഭിമാനം ഉണ്ടാകുന്നത്. ആ അഭിമാന ബോധത്തിലാണ് ഞാൻ മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ എൻ്റെ പ്രിയപ്പെട്ടവരാണ് എല്ലാവരും ഇവിടെ എത്തിയിട്ടുള്ളത്. ഇവിടെ കോയമ്പത്തൂരിൽ നിന്ന് മുതൽ തിരുവനന്തപുരം വരെയുള്ള വിവിധ ജില്ലകളിലുള്ള താമസിക്കുന്നതുമായിട്ടുള്ള ജോലി ചെയ്യുന്നതുമായിട്ടുള്ള ഒരുപാട് പേരാണ് വന്നിട്ടുള്ളത്. വീണ്ടും ഒരുമിക്കാനും വിശേഷങ്ങൾ പങ്കുവയ്ക്കുവാനുമായതിന്റെ സന്തോഷത്തിലാണ് പഴയ കൂട്ടുകാർ മടങ്ങിയത്. ന്യൂസ് ഡെസ്ക്, പെരുമ്പാവൂർ.